ണ്ട് താനും ശ്രീ ഖാദർ കൂടി നമ്മോടൊപ്പമുണ്ട്. കേരള ഇൻഫ്ലുവൻസ് കമ്മ്യൂണിറ്റിയുടെ പ്രസിഡന്റാണ്. കിക്ക് എന്ന സംഘടനയുടെ. അദ്ദേഹത്തിൻ്റെ പബ്ലിക് കേരള ന്യൂസ് എന്ന യൂട്യൂബ് ചാനലുണ്ട്. ക്രൈം വാർത്തകൾ കൂടുതലായി പോസ്റ്റ് ചെയ്യുന്ന ഒരു ചാനൽ കൂടിയാണ്. ഞാനത് നോക്കുകയായിരുന്നു. അതിനുള്ള വ്യൂസൊക്കെ ലക്ഷങ്ങൾ വരും. നമ്മുടെ കേരളീയ സമൂഹത്തിന് കൂടുതൽ പ്രാധാന്യം അവർ കാണാനുമൊക്കെ താല്പര്യമുള്ളത് ഇത്തരം വാർത്തകളാണ് എന്നതുകൂടി അനുഭവസ്ഥനായ ഒരാൾ കൂടിയാണ് ശ്രീ ഖാദർ കരിപ്പുടി. ഖാദർ, താങ്കളുടെ അനുഭവത്തിൽ സമീപകാലത്തായി നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന എന്താണ്? താങ്കൾക്ക് കണ്ടന്റ് കിട്ടാൻ യാതൊരു പ്രയാസവുമില്ലാത്ത തരത്തിലല്ലേ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ആക്ച്വലി ഒരു യൂട്യൂബർ എന്നുള്ള നിലക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ടന്റുകളുടെ ചാകര എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത വിഷമം തോന്നുന്ന ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വല്ലാതെ വിഷമിച്ചു പോകുന്ന ദിവസങ്ങളാണ്. പ്രത്യേകിച്ചിട്ട് അമ്മമാരെ കൊല്ലുന്ന കുട്ടികള്, സുഹൃത്തുക്കളെ കൊല്ലുന്ന ആളുകള്, മക്കളെ കൊല്ലുന്ന മനുഷ്യന്മാര്, ഇവരൊക്കെ നമുക്കൊരു കണ്ടന്റ് ആയിട്ട് മുന്നിൽ നിൽക്കുന്നു എന്നതിനപ്പുറത്ത് മാനുഷികമായി ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാഴ്ചകളാണ്. ഭീകരമാണ്, ക്രൂരതയാണ്. ഇതിനൊന്നും വിശേഷിപ്പിക്കാനൊന്നും വാക്കുകളില്ല. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കേരളത്തിലെ സിസ്റ്റം അല്ലെങ്കിൽ പോലീസ് സിസ്റ്റം എപ്പോഴാണ് അവര് ഊർജ്ജസ്വലത കാണിക്കുന്നുള്ളത്? ഒരു വിഷയം ട്രെൻഡിങ്ങിൽ വരുമ്പോൾ മാത്രമാണ്. ഒരു എവിടെയുണ്ട് ഈ പോലീസുകാർ? എന്റെ ചോദ്യം ഇതാണ്. ഇപ്പോ നേരത്തെ അവതാരകൻ സൂചിപ്പിച്ചതുപോലെ ശരിയാണ്, കേസിൽ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു ഇടപെടൽ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. കേവലം ഒരു ട്രെൻഡിങ് സബ്ജക്റ്റിന് പുറമെ പോകുന്നു എന്നതിനപ്പുറത്ത് വേറെ എവിടെയാണ് ഇടപെടലുള്ളത്? നിങ്ങൾ പറഞ്ഞതുപോലെ എന്റെ ചാനലിൽ ഞാൻ ഇത് പറയുന്നതല്ല, നിഷാൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിഷാൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ വീഡിയോ എന്റെ അരികിലേക്ക് ഏകദേശം 30-ൽ കൂടുതൽ പെൺകുട്ടികൾ, അയാൾ ആ 30-ൽ കൂടുതൽ പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്തു വന്നു എന്നാണ് അയാൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അയാളെ ഇപ്പോൾ താമരശ്ശേരി പോലീസ് ആഫ്റ്റർ ഒരു കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അയാൾക്ക് ഓൾറെഡി ഒരു പോക്സോ കേസ് ഉണ്ട്. അയാൾക്ക് ഓൾറെഡി ഏകദേശം ഒരു പീഡന കേസും അതുപോലെ തന്നെ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസുമുണ്ട്. 3 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഇപ്പോൾ വീണ്ടും ഒരു പീഡന കേസ് വന്നിരിക്കുകയാണ്. നമ്മളിവിടെ ചിന്തിക്കേണ്ടത്, ഇത്രയും വലിയ കുറ്റകൃത്യങ്ങളിൽ പ്രതിയാക്കപ്പെടുന്ന ആളുകൾ വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങളുടെ ഭാഗമാവുന്നതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയുള്ള സിസ്റ്റത്തിന്റെ പരാജയമാണ്. കാരണം ആ സിസ്റ്റം ഇന്ന് നോക്കൂ, ഇപ്പൊ ജാമ്യം എന്ന് പറയുന്നത് ഒരാളുടെ അവകാശമാണ്, ഒരാളുടെ റൈറ്റ് ആണ്. ശരി, സമ്മതിച്ചു. സുപ്രീം കോടതി അടക്കം ജാമ്യത്തിന്റെ രാജ്യദ്രോഹ കേസിൽ അടക്കം ജാമ്യം വിചാരണ എത്തിയില്ല എങ്കിൽ അവർക്ക് ജാമ്യം കൊടുക്കണം. വിചാരണ നീളുന്നുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ശരി, സമ്മതിച്ചു. ചെന്താമരയുടെ കേസ് ഒന്ന് പരിശോധിച്ചു നോക്കിയേ. എങ്ങനെയാണ് ചെന്താമര എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ മൃഗീയ കൊലപാതകം ചെയ്യാൻ കാരണമായത്? ഒന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അയാൾ ജാമ്യത്തിൽ ഇറങ്ങി എന്നുള്ളതാണ്. ഇത്തരക്കാർക്ക് ജാമ്യം കൊടുക്കണോ, അയാളുടെ വിചാരണ തടവുകാരായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് ചിന്തിക്കേണ്ടത് ആരാണ്? കോടതിയാണ്. കാരണം ഒരാൾക്ക് ജാമ്യം അയാളുടെ അവകാശമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അയാൾ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അവകാശത്തിന് മേലിൽ കുതിര കയറും എന്ന് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അപ്പൊ ഇവിടെ ആർക്കാ വീഴ്ച പറ്റിയിട്ടുള്ളത്? പോലീസിനും കോടതിക്കുമാണ്. അത് പറയാൻ തയ്യാറാവണം. പോലീസിനും കോടതിക്കും കൃത്യമായ വീഴ്ച പറ്റിയ ഒരു കേസാണ് ചെന്താമരയുടെ കേസ്. അല്ലാതെ എങ്ങനെയാ പറയാൻ പറ്റുക? അല്ലാതെ എങ്ങനെയാ നമ്മൾ പറയുക? ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾക്ക് ജാമ്യം അനുവദിച്ചു കൊടുക്കാൻ കാരണമായ പോലീസ് റിപ്പോർട്ട് എന്താണ്? ജാമ്യം അനുവദിച്ചു കൊടുക്കാൻ കാരണമായ ഘടകം എന്താണ്? അയാൾക്ക് ജാമ്യം അനുവദിച്ചു കൊടുത്ത അല്ലെങ്കിൽ ജാമ്യം വാങ്ങിച്ചു കൊടുത്ത അഭിഭാഷകൻ ആരാണ്? ആ അഭിഭാഷകൻ ഉത്തരവാദിത്തമില്ലേ? ഇങ്ങനെ ഒരു കേസ് നടക്കുമ്പോൾ, ഇത്രയും വലിയൊരു കൊലപാതകം നടക്കുമ്പോൾ അയാൾക്ക് ഇതിന്റെ ഉത്തരവാദിത്തമില്ലേ? ഒരു പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിക്ക് ആനുകൂല്യത്തിന്റെ പേരിൽ ജാമ്യം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ ജാമ്യം വാങ്ങിക്കൊടുത്ത അഭിഭാഷകനടക്കം അതിന് ഉത്തരവാദിത്തമുണ്ട്. മൃഗീയമായ കൊലപാതകമാണ് കണ്ടത്. ഇതിൽ ഞാൻ ഇപ്പോഴും പറയുന്നു,
പോലീസിനോ ഈ പറയുന്ന നിയമ സംവിധാനത്തിനോ ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? സൈബർ സെല്ല് നോക്കൂ, കേരളത്തിലെ സൈബർ വിങ് നോക്കൂ. പ്രമാദമായ കേസിൽ, പേര് പറയുന്നില്ല, പ്രശസ്തിയായ ഒരു നടി പരാതി നൽകുമ്പോൾ കൃത്യമായ അന്വേഷണം ഉണ്ടാവട്ടെ, നല്ലത് തന്നെയാണ്. അതേസമയം സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ അവഹേളിക്കപ്പെടുന്ന, സോഷ്യൽ മീഡിയയിലെ സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാക്കപ്പെടുന്ന എത്ര പരാതികൾ ഈ പോലീസിന്റെ പരാതി പട്ടികയിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. അതിലൊരു FIR പോലും ഇടാൻ ഇവിടുത്തെ പോലീസ് തയ്യാറാകുന്നുണ്ടോ? ശരി, ഇവിടെയുള്ള പോലീസ് ഒരു FIR ഇട്ട് കൃത്യമായി പിടിച്ചുകൊണ്ടുപോകാൻ തയ്യാറാകുന്നുണ്ട്? ഇല്ല. ട്രെൻഡിങ്ങിന് പുറമെയാണ്, പബ്ലിസിറ്റിക്ക് പുറമേക്കപ്പുറത്ത് ഇവിടെ ഒരു സംഭവം നടക്കുന്നില്ല എന്റെ പ്രിയ സുഹൃത്തെ. കേവലം ആളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകത്തിനപ്പുറത്ത് ഇവിടെ ഒന്നും അരങ്ങേറുന്നില്ല. ശരി, തിരിച്ചു വരാം താങ്കളിലേക്ക്, മറ്റതിഥികളിലേക്ക് കൂടി പോകണം വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം.